കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് വേദപുസ്തകത്തിൽ ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. പൗലോസ് തീമോഥെയോസ് പറയുകയാണ്, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങൾ ജ്വലിച്ചു വരും. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെന്ന പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ആദിയിൽ എന്ന പോലെ ഇറങ്ങി വന്നത് കണ്ടിട്ട് പത്രോസ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കൊരിന്തിയിൽ പൗലോസ് ചെല്ലുമ്പോൾ അവിടെ അക്വിലാസിനെയും പ്രിസ്കില്ലയെയും കാണും. അവർ നന്നായി പ്രസംഗിക്കുന്നു, പക്ഷേ ഒരു പരിശുദ്ധാത്മാവിന് ചൈതന്യമില്ലാത്ത പ്രസംഗമാണ്. അത് കണ്ടപ്പോൾ പൗലോസ് ചോദിച്ചു, നിങ്ങൾ ഏത് സ്നാനമാണ് നടത്തിയത്? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവർ പറഞ്ഞു, യോഹന്നാന സ്നാനമാണ് കൈക്കൊണ്ടത്. അപ്പോൾ പൗലോസ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് എന്ത് ലഭിച്ചു? പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അപ്പൊ അഭിഷിക്തന്മാര് ദൈവവിളിയുള്ളവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും. വിളിക്കപ്പെട്ടവരെ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും. ഇവിടെ വന്ന മുഴുവൻ പേരും ദൈവിക വിളിയുണ്ടായിട്ട് വന്നവരാണ്. ദൈവിക പറഞ്ഞേ, വിളിയില്ലാതെ ആരും ഇവിടെ വന്നിട്ടില്ല. വിളിച്ചവരെ വ്യത്യസ്തതയാർന്ന ചുമതലയ്ക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ 2 കുഞ്ഞുങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചത് പാട്ട് പാടാനാണ്. ഒരു ബ്രദറിനെ സ്റ്റേജിൽ വിളിച്ചു ഓർഗൻ വായിക്കാനാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുമോൻ സാർ സ്റ്റേജിൽ വന്നു അടുത്ത ശുശ്രൂഷ ക്ലാസ് ചെയ്യണമെന്ന് പറയാനാണ്. അതിന് ജോലി കഴിഞ്ഞ് അദ്ദേഹം പോയി പറഞ്ഞിരുന്നു. എല്ലാവർക്കും വിളിയുടെ പിന്നിൽ ദൈവത്തിൻ്റെ കൃത്യമായൊരു ഉദ്ദേശം. നമ്മെ എന്തിനാണ് വിളിച്ചത്? കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് 5 വിധ ശുശ്രൂഷയുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞത്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ. 5 വിധ ശുശ്രൂഷ. ഇതിലേതിലാണ് നിങ്ങളെ വിളിച്ചത്? ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതിലേത് പദവിയിലേക്കാണ് നിങ്ങളെ വിളിച്ചത്? അപ്പോസ്തലനായിരിക്കാനാണ്? പ്രവാചകനായിരിക്കാനാണ്? സുവിശേഷകനായിരിക്കാനാണ്? ഇടയ ശുശ്രൂഷ ചെയ്യാനാണ്? അത് ഉപദേഷ്ടാവായിരിക്കാനാണ്? അത് നിങ്ങൾ പ്രാർത്ഥിച്ച് കണ്ടെത്തണം. നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും നിങ്ങൾ തന്നെ ഉറപ്പാണ്. പൗലോസ് പറയുന്നു, എന്നെ പ്രസംഗകൻ എന്ന ഉദ്യോഗം തന്നു. പ്രസംഗകൻ എന്ന ഉദ്യോഗം തന്ന് എന്നെ വേലയ്ക്ക്. അപ്പോൾ പൗലോസിന്റെ ദൈവം ഏൽപ്പിച്ച ദൗത്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ദൗത്യം. നിങ്ങളുടെ പ്രായം കഴിഞ്ഞു പോയെന്നോ, നിങ്ങൾ റിട്ടയർമെന്റ് ആയെന്നോ, നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നോ ആരുടെയും മനസ്സിലൊരു ചിന്ത വരാൻ പാടില്ല. ദൈവമക്കൾക്ക് റിട്ടയർമെന്റ് ഇല്ല. ഹലോ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ശുശ്രൂഷയ്ക്ക് പ്രായമൊരു തടസ്സമില്ല. 85 വയസ്സുള്ള ഭക്തനായ കാലേബ് പറഞ്ഞു, ആ മല എനിക്ക് തന്നേരം അതെൻ്റെ വാർത്തത്വമാണ്. യോശുവ പറഞ്ഞത്, പ്രായമൊക്കെ ആയി കുറെ കൂടെ നല്ല സമനില പ്രദേശം ഞാൻ തരാം. നമ്മുടെ കൂട്ടുകാരല്ലേ, നമ്മൾ 2 പേരെ ഉള്ളല്ലോ ശേഷിക്കുന്നു. ഞാനല്ലേ അളക്കുന്നത്, അളവൊന്നും എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മാന്യമായി നല്ല ക്രമേണ എന്ത് ചെയ്യാം? അങ്ങനെ കാലേബ് പറഞ്ഞു, അതൊന്നും വേണ്ട, എനിക്ക് നിന്റെ ഇഷ്ടപ്രകാരം ഒന്നും തരണ്ട. എന്നോട് ദൈവം വാഗ്ദത്തം ചെയ്ത ആ മലയാണ്, അത് തന്നേന്. എനിക്ക് വയസ്സ് 85 ആയെങ്കിലും ഇന്നും ഇറങ്ങിയ നാളിലെ ഒക്കെ നിങ്ങൾ പറഞ്ഞു ബലം എനിക്ക് ഉണ്ട്. അത് ഏത് വലിയ അമാലിക്കനെ കഴിഞ്ഞാലും വെട്ടിപ്പിടിക്കാനുള്ള കരുത്ത് എനിക്ക്
ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇറങ്ങുമ്പോൾ കരുത്തുള്ളവരായിട്ട് ഇറങ്ങണം. കരുത്തുള്ളവരായിട്ട് ഇറങ്ങണം. നിങ്ങൾ പാർക്കുന്ന സ്ഥലം ഏതുമാകട്ടെ, ആ സ്ഥലത്തിൻ്റെ മേലെ നിങ്ങളുടെ അഭിഷേകമുള്ള കരം നീട്ടണം. നിങ്ങളുടെ ഭവനത്തിനകത്തൊക്കെ നിന്നുകൊണ്ട് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും ഒക്കെ കൈ ചൂണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആറിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ദൈവനിയോഗമുള്ള ഭവനങ്ങൾക്ക് നേരെ എന്ത് ചെയ്യണം? കൈ ചൂണ്ടി. ഒന്നുകിൽ നിങ്ങളെ തേടി അവർ വരും, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ വഴിയുണ്ടാകും. പ്രൈസലോ. ഇവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ നിർമ്മലമായ സുവിശേഷം ധൈര്യത്തോടെ പറയണം. ആരോടും മുഖം നോക്കാതെ സുവിശേഷം ചെയ്യണം. എത്ര പേര് തയ്യാറുണ്ട്? സുവിശേഷന് മാത്രം ബന്ധനമില്ല, ബാക്കി എല്ലാത്തിനും എന്തുണ്ട്? അതുകൊണ്ട് സുവിശേഷം ധൈര്യത്തോടെ പറയണം. സത്യസുവിശേഷം യഥാർത്ഥമായി പ്രസംഗിക്കുമ്പോൾ എതിരുകളുണ്ടാകും, പക്ഷെ ഒന്നും നിന്നെ ബാധിക്കത്തില്ല. ഞാൻ 84 കൊണ്ട് പ്രസംഗിക്കുക, 2026 എന്നെ ആരും ഇതുവരെ ഉപദ്രവിച്ചില്ല. എന്നെ ഉപദ്രവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, സുവിശേഷം പറഞ്ഞാൽ ആരും കാര്യമായിട്ട് ഉപദ്രവിക്കത്തില്ല. നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാനും. പണ്ട് B.A. തോമസ് മതി ഭയങ്കരമായ ശക്തനായ ദേവദാസൻ ഷാരൂരിലുണ്ടായിരുന്നു. കേട്ടോ? B.A. തോമസ് ഒരു കൊച്ചു മനുഷ്യനായിരുന്നു, പക്ഷെ ഭയങ്കര പ്രസംഗമാണ്. അപ്പം അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയും, എടാ അയലോക്കത്തിരിക്കുന്നവൻ്റെ കൊട്ടയിലെ മത്തി ചീഞ്ഞതാണ് നീ പറയണ്ട, നിന്റെ മത്തി നല്ലതാണെന്ന് പറഞ്ഞാൽ അത് ആൾ വന്ന് മേടിച്ചോളൂ. പുള്ളിയുടെ ഉപമയാണ്. നീ എന്ത് പറഞ്ഞാൽ മതി? എൻ്റെ കൊട്ടയിലെ മത്തി നല്ലതാണ്, യേശു നല്ലതാണെന്ന് നീ പറഞ്ഞാൽ മതി. മറ്റവൻ്റെ അടുക്കാൻ നീ എന്ത് ചെയ്യണ്ട, പറയണ്ട. അവൻ അടുക്കാണെ അവൻ ചുമന്നുണ്ട്. നിന്റെ കർത്താവ് നല്ലവൻ, അത് പറഞ്ഞ് ആരടിക്കുന്നത്? അപ്പൊ നിർമ്മലമായ സുവിശേഷം ധൈര്യത്തോടെ പറയാൻ നിങ്ങളെല്ലാം നാവുകൾക്ക് ദൈവം പ്രത്യേകമായ ബലം തരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ഒരുങ്ങണം. നിങ്ങളുടെയൊക്കെ ഭവനങ്ങൾ പ്രാർത്ഥനാ മുറിയായിട്ട് മാറണം. 1904 ദൈവം ശക്തമായി ഉപയോഗിച്ച ഐവാൻ റോബർട്ട് എന്ന് പറയുന്ന ദേവദാസൻ വെയിൽസിലെ ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഐവാൻ റോബർട്ട്. അദ്ദേഹം UK വെയിൽസ് എന്ന് പറയുന്ന പട്ടണത്തിൽ 1904 ഇന്നേക്ക് 122 വർഷങ്ങൾക്ക് പുറകിൽ ആ മനുഷ്യനിൽ നിന്ന് കരഞ്ഞു. ചെറുപ്പക്കാരൻ ഒറ്റ വാക്ക് പ്രാർത്ഥിക്കുന്നുള്ളൂ, എൻ്റെ കാലത്ത് ദൈവം ഉണർവായിരിക്കണം. വേറെ ഒരു പ്രാർത്ഥന, എൻ്റെ കാലത്ത്. എല്ലാവരും പദം പറഞ്ഞേ അത് കയ്യിൽ എന്തൊക്കെ വെച്ച് പറഞ്ഞു, എൻ്റെ കാലത്ത് ദൈവം ഉണർവായിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടത് 1904 വെയിൽസിലാണ്. അതിനുപയോഗിച്ചത് റോബർട്ട് ഐവാൻ എന്ന കൊച്ചു ചെറുപ്പക്കാരൻ. ആ ഉണർവ് 5 വൻകരകളിലേക്ക് പടർന്നു. പ്രൈസ്. നിങ്ങളെ കൊണ്ട് ഉണർവ് പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥിച്ച സ്ഥലം കാണാൻ വേണ്ടി ഗ്രഹാം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ട് 26 ആളുകൾ അമേരിക്കയിൽ നിന്ന് വെയിൽസിൽ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങി, ഒരു ടൂറിസ്റ്റ് ബസ് എടുത്ത് അവര് വെയിൽസിൽ കൂടെ കറങ്ങി ഈ ഐവാൻ റോബർട്സിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പുരാതനത്തുള്ള വീടും കാര്യങ്ങളൊക്കെ കണ്ട് ചെന്ന് അദ്ദേഹം പ്രാർത്ഥന കുറിച്ചപ്പോൾ 2 മുട്ടുകുത്തിയ സ്ഥലത്ത് 2 കുഴികൾ. ഉണ്ടാക്കിയതല്ല, ഉണ്ടായതാണ്. ഉണർവിന്റെ പിമ്പിൽ ആ ചെറുപ്പക്കാരൻ മുട്ടുകുത്തി കരഞ്ഞെടുത്ത് 2 മുട്ടുകുത്തിയെടുത്ത് തറയിൽ 2 കുഴികൾ. എല്ലാവരും കണ്ടു. തിരിച്ചു വന്നു, ബസ്സിൽ കയറി പാത വന്നു. ഒരാളില്ല. അവർ തിരക്കി, തിരക്കി ചെന്നപ്പോൾ ആ ആള് ഈ 2 കുഴിക്കകത്ത് മുട്ടുകുത്തി കൈ ഉയർത്തിയിരിക്കുക. കർത്താവേ, ഐവാൻ റോബർട്സിനെ 904 ഉപയോഗിച്ച ദൈവം 20-ാം നൂറ്റാണ്ടിൽ എന്നെ ഉപയോഗിക്കണം. ആ മനുഷ്യനാണ് ബില്ലി ഗ്രഹാം. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും അധികം ആളുകളെ രക്ഷയിലേക്ക് നടത്തിയത് ബില്ലി ഗ്രഹാം എന്ന് പറഞ്ഞ ഭക്തനായ മനുഷ്യനാണെങ്കിൽ അദ്ദേഹം സമർപ്പിച്ചത് ഐവാൻ മുട്ടുമടക്കെടുത്ത് മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പറഞ്ഞു, ഈ നൂറ്റാണ്ടിൽ
19-ാം നൂറ്റാണ്ടിൽ ഐവാൻ റോബർട്ട്സിനെ ഉപയോഗിച്ച ദൈവമേ ഈ നൂറ്റാണ്ടിൽ എന്നെ ഉപയോഗിക്കണം. അമേരിക്കയിലെ പത്തിലധികം പ്രസിഡന്റുമാരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പ്രസിഡന്റ് ആക്കിയത് വലിയ ഗ്രഹമാണ്. നിങ്ങളെ ദൈവം ഉപയോഗിക്കും എന്ന് വിശ്വസിച്ച് എന്നെ ദൈവം ഉപയോഗിക്കുന്നു. വിശ്വാസം പറ, എന്നെ ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ. നീ ഒരു ഡോക്ടറെ കാണാൻ ചെന്നാൽ 2 മിനിറ്റ് കിട്ടിയാൽ ദൂതനം പറയണം. നീ ഒരു നേഴ്സ് നിന്നെ ശുശ്രൂഷിക്കാൻ വന്നാൽ 2 മിനിറ്റ് കിട്ടി എന്ത് ചെയ്യണം? സുവിശേഷം പറയാം. നീ സ്ഥിരം സാധനം മേടിക്കാൻ കടയിൽ ചെല്ലുമ്പോൾ അവന് മുസ്ലിമായിരിക്കും ഹിന്ദുവായിരിക്കും ആരുമാണ് ടെക്സോറുമായി, നീ 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം? പറഞ്ഞു പാറ സുവിശേഷം. പ്രതികരണം തെറ്റായിരിക്കും, അതൊന്നും മൈൻഡ് ചെയ്യരുത്, അതൊന്നും മുടിഞ്ഞു പോകണം. 2 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ പലയൊക്കെ തീരുമല്ലോ, തീരുമ്പോൾ പിന്നെ ചെല്ലണം. വളരെ തീരുമാനം വേണ്ടി എടുത്തോ. നിന്റെ മുഖത്തൊരു വ്യത്യാസം കാണുന്നുണ്ട്, സന്തോഷമൊക്കെയല്ലേ? നീ രക്ഷിക്കപ്പെടണം കേട്ടോ. അവൻ ഇഷ്ടപ്പെടുന്നില്ല, അവൻ ചിലപ്പോൾ വലിയ 10 രൂപ കൂട്ടിയടിക്കും. വിഷമിക്കരുത്, നീ ഇനി പോകണം. 2 ആഴ്ച നമ്മുടെ പലരൊക്കെ പിന്നെയും തീരും. നീ വീണ്ടും ആ കടയിൽ പോകണം, പച്ചക്കറി കടയിൽ പോകണം. ഹലോ, എല്ലായിടത്തും നീ ചെല്ലിടത്ത് എന്ത് ചെയ്യണം? നീ ആരാന്ന് പറഞ്ഞിട്ട് പോകണം. നീ ആരാ? ആ, അപ്പൊ ഞാൻ വിജയിച്ചു. എന്റെ മെസ്സേജ് പൂർണ്ണമായി. ഞാൻ ആരാ? അത് നീ മറ്റുള്ളവരോട് പറയാം. ഒരു നാട്ടിൽ ഒരു പട്ടിയെ പട്ടി കടിച്ചാൽ മതി, ബാക്കി മൊത്തം പട്ടിക്ക് പേ കളയുന്നു ഇല്ലേ? പേ കളയുന്ന പട്ടി അളഞ്ഞിരിക്കുമോ? ഒരു പാടക്കളെ ഒരു കാ പഠിച്ചാൽ മതി, ബാക്കി കാമത്വം എന്ത് ചെയ്തോളൂ? പരുത്തോളൂ അല്ലേ? അങ്ങനെയാണ് ഒരു വീട്ടിൽ ഒരാളെ രക്ഷിക്കപ്പെട്ടാൽ മതി, ബാക്കി എല്ലാവരും ഉടനെ പറഞ്ഞ്. അപ്പൊ നിന്റെ കുടുംബത്തിൽപ്പെട്ട ഉപ്പാപ്പനെ, അനിയനെ, അങ്കിളെ, കൊച്ചപ്പനെ, നാത്തുവിനെ ഒക്കെ അമേരിക്കയിലെ ഗൾഫില് എവിടെയെങ്കിലും ഒക്കെ ആട്ടെ ഉള്ളവർ വിളിച്ച് കുഞ്ഞനാമേനും ഒന്ന് വിശേഷമൊക്കെ സന്തോഷമായിരിക്കും. നാട്ടിൽ നിന്ന് പോകുന്ന പിന്നെ വിവരം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നീ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സുവിശേഷം പറയാം. ഹലോ, എന്താ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? സുവിശേഷം. പിന്നെ ചിലപ്പോൾ അവർ വിളിച്ചിരുന്നിരിക്കും, അവരുടെ ലാസ്റ്റ് വിളിയായിരിക്കും. ആ 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം? പിന്നെ നിത്യതയുണ്ട്, ഇതെല്ലാം തീരാൻ പോവാ കേട്ടോ. അല്ലെ, ഇത് ഇളകുന്ന രാജ്യമാണ് മോളെ, ഇളകാത്തൊരു രാജ്യം കർത്താവ് സ്ഥാപിക്കുവാടി, വരാൻ പോവാ. ലോകസഭ എല്ലാം കണ്ടില്ലേടി? ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞോണം കർത്താവ് വരാറായി. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ബാക്കി കേട്ടിട്ട് ഫോൺ കട്ട് ചെയ്തേക്കുന്നേ. ഹലോ, നിങ്ങളെല്ലാവരും ആരായി മാറണം? പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ ഇനി കോട്ടയത്ത് മാലത്ത് പോയി കൺവെൻഷൻ പ്രസംഗിക്കണം. നിങ്ങളെല്ലാം തലേ കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് രാവിലെ കാട്ടാക്കണ്ട, വൈകിട്ട് നെയ്യാറ്റിങ്ങര കഴിഞ്ഞാൽ വന്നത്. പ്രൈസലോ, മാക്സിമം ഓടുക. കാരണം തുരുമ്പിച്ച് തീരല്ലേ, തേഞ്ഞ് തീരണം. എന്നിട്ട് പറഞ്ഞേ, നിന്നെ ഏൽപ്പിച്ച ആയുധം തുരുമ്പിച്ച് തീരരുത്, തേഞ്ഞ് തീരണം. അവസാനം വരെ ഈ ആയുധം നീ ഉപയോഗിക്കണം. സന്തോഷങ്ങൾ കടന്നു വെച്ച് ഒടുവിൽ നീ പറയണം, ഞാൻ നല്ല പോർപ്പൊരുത്, എന്റെ വിശ്വാസം ഞാൻ കാത്തു, എന്റെ ഓട്ടം ഓടി ഞാൻ തികച്ചു. ഇനി ഞാൻ കിരീടം പ്രാപിക്കാനായിട്ട് പോവാം. അങ്ങനെ വേണം എല്ലാവരും മരിക്കാൻ. സ്തോത്രം. പടക്കളത്തിൽ യുദ്ധസേവ ചെയ്യുന്നവൻ, ഹല്ലേലൂയ, യുദ്ധത്തിന് വിളിച്ചവൻ എന്ത് ചെയ്യണം? പ്രസാദിപ്പിച്ചു. അംഗം പൊരുന്നവൻ സകലത്തിലും വർജനം ആചരിച്ചു. ദൈവഹിതമില്ലാത്തതിനോടെല്ലാം നീ നോ പറയണം. ദൈവഹിതമുള്ളതിന് മാത്രം നീ റിസീവ് ചെയ്യണം. എന്നിട്ട് നിന്റെ ജീവിതം അനേകർക്ക് ഒരു മാതൃകയായി ജീവിക്കണം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ സ്റ്റേജിൽ വരുന്നതിനേക്കാൾ ഒരു ഡെസ്ക് മാറ്റാമെങ്കിൽ ഇവർ മുന്നോട്ട് വരും, പുറകോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇവരുടെ തലയൊക്കെ പ്രാർത്ഥന പുറത്തോട്ട്. ഇങ്ങനെയാണ് സൗകര്യം. ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിപ്പോകാം. ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് ഇനി പ്രാർത്ഥിക്കാൻ സമയം കളയേണ്ട. ഒരു വാക്ക് ഞാൻ പൊതുവെ പ്രാർത്ഥിക്കാൻ പോയതിന് മുമ്പായി ഈ ക്ലാസ് കഴിഞ്ഞ് എനിക്കൊരു നിമിഷം എനിക്ക് കിട്ടിയാൽ ഞാൻ ആ സമയം ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യും എന്ന് സമർപ്പിക്കുന്നവരൊന്ന് എഴുന്നേറ്റ്.
ഇതൊരു പോർക്കളം, ഇതൊരു യുദ്ധക്കളം. നമുക്ക് ആയുധങ്ങളൊന്നുമില്ല. നമ്മുടെ ആയുധം ജഡികങ്ങളാണ്. നമ്മുടെ ആയുധം പറഞ്ഞേ ജഡികങ്ങൾ. മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം നടുവിൽ മേഘം. ഒരു സൈന്യത്തെ സൈന്യമെന്ന് വിളിക്കണമെങ്കിൽ സഹസ്രാധിപൻ വേണം, ശതാധിപൻ വേണം, കമാൻഡർ വേണം, ആയുധം വേണം, കുതിര വേണം, രഥം വേണം, കുന്തം വേണം, പരിച വേണം, വാള് വേണം, തോക്ക് വേണം. എല്ലാം ഉണ്ടെങ്കിൽ ആരാകത്തുള്ളൂ? അതെല്ലാം മിസ്രൈമ്യർക്കുണ്ട്. ഇസ്രായേൽ സൈന്യത്തിൽ ഒന്നുമില്ല. കുതിരയില്ല, രഥമില്ല, സൈന്യാധിപനില്ല, സഹസ്രാധിപനില്ല. പക്ഷെ അവരെ വിളിച്ചത് എന്തുവാണ്? ഇസ്രായേലിയുടെ സൈന്യം. പുറമെ അവർക്കൊരു ആയുധമില്ല. ആരെ ജയിച്ച്? ആയുധമില്ലാത്ത ഇസ്രായേൽ ജയിച്ചു. ആയുധമുള്ള മിസ്രൈമിൽ പട്ടുപോയെങ്കിൽ നമുക്കൊരായുധമുള്ളത് കർത്താവിന്റെ കൃപയാണ്. ആ ആയുധം എത്തിക്കൊണ്ട് സർവായുധവർക്കം ധരിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം എല്ലാവരും സഹായിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് നിത്യനിയമത്തിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ആടുകളുടെ വലിയനായ കർത്താവാം യേശുവേ, നിന്റെ സന്നദ്ധിയിൽ കഴിഞ്ഞ ദീർഘദിവസങ്ങൾ വന്ന് സമയം കണ്ടെത്തി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ, ദൈവ വചനത്തിന്റെ സത്യങ്ങളൊന്നുകൂടെ ആഴമായി ഗ്രഹിക്കുവാൻ, തിരുവെഴുത്തിന്റെ പൊരുളുകളെ ഗ്രഹിക്കുവാൻ നിന്റെ മക്കൾ കൊടുത്ത വലിയ കൃപയ്ക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ. പർവ്വതം വിട്ടിറങ്ങി വന്ന യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ മേൽ വ്യാപരിച്ചതുപോലെ ഈ ക്ലാസുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഇവരുടെ മേൽ ആ തേജസ് ശക്തിയോടെ വെളിപ്പെടട്ടെ. കൃപമേൽ കൃപ പ്രാപിച്ച്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, ആത്മാവിന്റെ അധികാരത്തിൽ അഭിഷേകത്തിന്റെ ശക്തിയിൽ യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഇവർ ചെന്ന് പാർക്കുന്ന ഇടത്തെല്ലാം ദൈവത്തിന് പ്രയോജനകരമായി തന്നിന്മേൽ കത്തുന്ന വിളക്കുപോലെ ശോഭിപ്പാൻ ലക്ഷ്യത്തെറ്റി വലയുന്ന അനേകർ, വഴിയറിയാതെ അലിയുന്ന അനേകർ നിന്റെ മക്കളിലൂടെ യേശുവിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്യണമേ. നിങ്ങളുടെ ജനത്തെ യേശുവിൻ നാമം ചൊല്ലി അനുഗ്രഹിച്ചു യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കത്തിയ വിളക്ക് ആരും കൊണ്ട് പറയുകയിലെ വെക്കല്, കട്ടികയിലെ വെക്കല്, പിന്നെ തണ്ടിന്മേൽ സൂക്ഷിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഈ വിളക്ക് കത്തുന്നത് സമീപത്തുള്ളവര് അറിയാം എന്ന് ശോഭിക്കുക. അറിയാം. അങ്ങനെ എല്ലാ ദിവസവും ഇരിച്ചെടുത്ത തെളിവുള്ള നല്ല ഒലിവെണ്ണ പകർന്നോണം. അല്ല, എന്നിട്ട് ശോഭയിലെ പോലെ വിളക്ക് കെടുന്നതിന് പോയി അതിന്റെ മുമ്പിൽ കിടക്കണം, കെടാതെ സൂക്ഷിക്കണം. ഓക്കെ, ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. നല്ല ശുശ്രൂഷയ്ക്കായി ഒരുക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓടി വന്നാൽ ഓരോ ലൈനായിട്ട് Jesus.
സൗജന്യമല്ലോ
Hallelujah.